ഒരു സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന് നൽകുക. എന്തുകൊണ്ട് കോട്ടയം അതിരൂപത അതിന് തയ്യാറായി? അത് പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുന്ന, എന്നാൽ ഈ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട അപൂർവ വ്യക്തിത്വങ്ങൾ നടന്നിട്ടാണ്. ഇന്നിപ്പോ എന്റെ മക്കളോട് ഞാൻ പറയാണ്, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ നിർത്തിയിട്ടുണ്ട്. എന്റെ മക്കളോട് ഞാൻ 7 മൈൽ നടന്നിട്ടാണ് ഞാനിതുപോലെ കോളേജിൽ പഠിപ്പിച്ചതും വന്നതും എന്ന് പറഞ്ഞപ്പോ എന്റെ മോളെ എന്നോട് ചോദിച്ചത്, അമ്മ എന്തിനാ നടക്കാൻ പോലും, അമ്മയ്ക്ക് വണ്ടി എടുത്ത് പോകും. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാടൊന്നും മനസ്സിലാകണമെന്നില്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് ഇത്രയും പുഷ്കരമായ എല്ലാവരും മനോഹരമായ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അതാണ്. അത് തിരിച്ചെഴുതിയാൽ അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ 2 പദങ്ങൾ നമുക്ക് കിട്ടും: ഹിസ് പ്ലസ് സ്റ്റോറി. പ്രഭാവനായ മനുഷ്യന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രം ജീവിച്ച ഇന്നും മനുഷ്യ മനസ്സിൽ ജീവിക്കാൻ ഒരു വിധത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മഹനീയമായി നിർവഹിക്കുകയും ചെയ്ത ഒരു മഹാമനുഷ്യൻ, ഒരു ജനതയുടെ ഒരു ജ്ഞാനതയുടെ പതിച്ചു നടന്നിന് കാലബോധനായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് മേൽച്ചേച്ചിയുടെ റീപേയ്മെന്റ് പാർട്ടി ഒന്നിച്ചു നടത്തുന്ന ഈ വേദി, മേൽച്ചേച്ചിയെ കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാനിവിടെ അയച്ചത്. ആദ്യ കാലഘട്ടത്തിലെ കുടുംബത്തിൽ കാരണം ചേച്ചിയെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും തന്റെ കഴിവിനനുസരിച്ച് ചേച്ചി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന് വലിയ വളരെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഇതൊന്നും കാര്യമാക്കാതെ, നീ ഇതൊന്നും മൈൻഡാക്കുന്നത്, നീ അതുപോലെ താല്പര്യത്തോടെ ജോലി ചെയ്യാൻ ശ്രമിക്കും. കാരണമായത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അതുപോലെ തന്നെ താനായിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണം എന്ന മനസ്സുമാണ്. ഒരു അധ്യാപക വിദ്യാർത്ഥി ആയിരിക്കെ ഈ കോളേജിൽ പഠിക്കുന്ന നമ്മൾ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു അൺഎയ്ഡഡ് കോളേജായിരുന്ന ഞാൻ ആദ്യമായി വരുന്നത്. ജോലിക്കൊന്നും പോകാൻ സാധിക്കാതെ ജീവിതം വഴിമുട്ടി നിന്ന ഒരവസ്ഥയിലാണ് അന്ന് മടമ്പത്ത് വികാരിയായിരുന്ന
മൈക്കിൾ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഈ കോളേജ് ആരംഭിച്ചപ്പോൾ എനിക്ക് താൽക്കാലികമായി ജോലി നൽകുകയും ചെയ്തു. അച്ഛനോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ചെയ്യുവാനുള്ള അവസരം നൽകുകയും ചെയ്തു. ആദ്യം ഞങ്ങൾ 9 പേരായിരുന്നു നോൺ ടീച്ചിങ് സ്റ്റാഫായി ഇവിടെ ഉണ്ടായിരുന്നത്.